Hi everyone, welcome back to Harris Academy. I am Rizwan Ramzan and ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, പക്ഷേ യൂട്യൂബ് വീഡിയോസിന്റെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ദിസ് ഈസ് ദ വീഡിയോ ഫോർ യു. മിക്ക ആൾക്കാരും ശ്രമിക്കുന്നത് വ്യൂസ് എന്നുള്ള ഒരു മെട്രിക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിലെ നമ്പർ 1 ഫാക്ടർ എന്ന് പറയുന്നത് CTR എന്ന് പറയുന്ന റേഷ്യോ ആണ്, അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്ന മെട്രിക്കാണ്. നോ, എന്താണ് ക്ലിക്ക് ത്രൂ റേറ്റ്? നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡ് നിങ്ങൾ കാണുന്ന ഒരു മെട്രിക് ആയിരിക്കും ഇംപ്രഷൻസ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെട്രിക്. ഒരു പെർസെൻറ്റേജിലായിരിക്കും ആ കാര്യങ്ങൾ അവിടെ ഉണ്ടാവുക. എന്താണ് ഈ ഇംപ്രഷൻസ് ക്ലിക്ക് ത്രൂ റേറ്റ്? ലെറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം, അല്ലാതെ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അവിടെ ഒരുപാട് വീഡിയോസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഫീഡിൽ, റൈറ്റ്? ഈ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് നിങ്ങൾക്ക് കാണുന്ന തരത്തിലേക്കായിട്ട് വരുന്നതിന് ഇംപ്രഷൻസ് എന്ന് പറയും. അഥവാ ഈ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നതിന് പകരം, അഥവാ നിങ്ങളുടെ ഫീഡിൽ കാണുന്ന ഈ വ്യൂ എന്ന് പറയുന്നതിന് പകരം ഇംപ്രഷൻസ് എന്ന് പറയും. സോ നിങ്ങൾ നിങ്ങളുടെ ഫീഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ഒരുപാട് വീഡിയോസ് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫീഡിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻസിന്റെ ഇടയിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോന്റെ ഉള്ളിലേക്ക് വരും. ഈ ഒരു പെർട്ടിക്കുലർ എത്ര ആൾക്കാർ ഇംപ്രഷൻസിന്റെ ഇടയിൽ നിന്ന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടോ, ഈ ഒരു മെട്രിക് നമ്മൾ എന്ത് വിളിക്കും? ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് വിളിക്കും. CTR എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. വൈ ക്ലിക്ക് ത്രൂ റേറ്റ് മാറ്റർ? ഏറ്റവും ഈസി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസ് കൂടും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് ലെറ്റ്സ് സേ ഒരു 1000 ആൾക്കാർക്ക് ഇംപ്രഷൻസ് പോയിട്ടുണ്ട്, അഥവാ 1000 ആൾക്കാരുടെ ഫീഡിലേക്ക് നിങ്ങളുടെ വീഡിയോ പുഷ് ചെയ്തിട്ടുണ്ട്. ഈ 1000 ആൾക്കാരിൽ നിന്ന് ഒരു 3% ആൾക്കാരാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ജസ്റ്റ് 30 പീപ്പിൾ, റൈറ്റ്? 30 ആൾക്കാർ കണ്ടു എന്ന് വെക്കാം. ക്ലിക്ക് ത്രൂ റേറ്റ് 3% ആണ്. ഇനി ലെറ്റ്സ് സേ ഈ 1000 ആൾക്കാരുടെ ഇടയിൽ നിന്ന് 10% ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് 1000 വ്യൂസ്. ഇനി 15% ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് 1500 വ്യൂസ്. സോ ജസ്റ്റ് വ്യൂസ് എന്നുള്ള മെട്രിക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നോക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് CTR എന്ന് പറയുന്ന റേഷ്യോ ആണ്. കാരണം ഓട്ടോമാറ്റിക്കലി CTR ബെറ്റർ എന്നതിനനുസരിച്ചിട്ട് ചാനലിലേക്കുള്ള വ്യൂസും കൂടുന്നതായിരിക്കും. നമ്പർ 2 ഇസ് ആവറേജ് വാച്ച് ടൈം. അതായത് ഒരുപാട് ആൾക്കാർ വീഡിയോസിന്റെ ഉള്ളിലേക്ക് എത്തി. ഇനി ഈ വീഡിയോ നല്ലതാണോ മോശമാണോ യൂട്യൂബിന് അറിയണ്ടേ? യൂട്യൂബ് ഇസ് ബേസിക്കലി എ സെറ്റ് ഓഫ് കോഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? സോ അതിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക് ആണ് ആവറേജ് വാച്ച് ടൈം. സോ വാട്ട് ഇസ് ആവറേജ് വാച്ച് ടൈം? ലെറ്റ്സ് സേ ഒരു 5 ആൾക്കാർ വീഡിയോ കണ്ടു. ആദ്യത്തെ ആൾ കണ്ടത് 1 മിനിറ്റ് ആണ്, രണ്ടാമത്തെ ആൾ കണ്ടത് 2 മിനിറ്റ് ആണ്, മൂന്നാമത്തെ ആൾ കണ്ടത് 3 മിനിറ്റ് ആണ്, നാലാമത്തെ ആൾ കണ്ടത് 4 മിനിറ്റ് ആണ്, അഞ്ചാമത്തെ ആൾ 5 മിനിറ്റ്. സോ ടോട്ടൽ ഈ 5 ആൾക്കാരും കൂടെ കൺസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ 1 + 2 + 3 + 4 + 5 ദാറ്റ് ഇസ് 15 മിനിറ്റ്സ് ആണ് ടോട്ടൽ വാച്ച് ടൈം എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി ആവറേജ് വാച്ച് ടൈം എന്താണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ടോട്ടൽ വാച്ച് ടൈം ഡിവൈഡഡ് ബൈ, അഥവാ അതിനെ ഹരിക്കുകയാണ് എന്തുമായിട്ട്? 5 ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. സോ ടോട്ടൽ വാച്ച് ടൈം ബൈ ടോട്ടൽ നമ്പർ ഓഫ് വ്യൂവേഴ്സ്, എത്ര ആൾക്കാർ ആ വീഡിയോ കണ്ടു എന്നുള്ള ഫാക്ടർ വരുന്ന സമയത്തേക്കായിട്ട് 15 മിനിറ്റ്സ് ബൈ 5 വന്നു കഴിഞ്ഞാൽ 3 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ 3 മിനിറ്റ്സ് ആണ് അവിടെ എന്ത്? ആവറേജ് വാച്ച് ടൈം എന്ന് പറയുന്നത്. സോ ആവറേജ് വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ വീഡിയോ നല്ല വീഡിയോ ആണ്, ആൾക്കാർക്ക് ഇത് കുറെ കൂടെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണെന്നൊക്കെ എന്ത് ചെയ്യും? യൂട്യൂബ് അത് മനസ്സിലാക്കും. ആൻഡ് മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെരി റെലവെൻറ്റ് സെർച്ചബിൾ കീവേഡ്സ്. അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് നിങ്ങളുടെ വീഡിയോസിൽ ടൈറ്റിലും തമ്മിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം എന്താ, ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ അവിടെ റാങ്ക് ആവണം അല്ലെങ്കിൽ അവിടെ വരണം, എന്നാൽ മാത്രമേ വീഡിയോ അവിടെ ക്ലിക്ക് ചെയ്യുള്ളൂ, റൈറ്റ്? സോ ഈ 3 ഫാക്ടേഴ്സാണ് യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ വളരെ അറിയാമായിരുന്നോ? അറിയാണെന്നുണ്ടെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും let us know in the comment box. Until we see next time, just subscribe to the channel, stay tuned and zero preachers.